പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവം ഇന്ന് നൽകിയിരിക്കുന്ന തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് നാം ഒരു ദൂത് ഒരുമിച്ച് ധ്യാനിക്കുന്നത്. പ്രാരംഭമായി ഇതിൻ്റെ 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്തിലെ വിശ്വാസ സമൂഹം തനിക്ക് വേണ്ടി, തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വലിയ പ്രതിസന്ധിയിൽ അവരായിരുന്നു. ആ പ്രതിസന്ധിയിൽ ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. അതിന് കൊരിന്തിലെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന തനിക്ക് വലിയ അനുഗ്രഹമായിരുന്നുവെന്ന് നന്ദിയോടെ ഓർത്ത് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഒരു വ്യക്തിക്ക് വേണ്ടി, തകർച്ചയിലൂടെ കടന്നു പോകുന്ന, പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം എന്താണ്? അതിൻ്റെ ഉത്തരം അവരുടെ കഷ്ടതയിൽ, അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ ഭാരം ഏറ്റെടുത്തുകൊണ്ട്, അവരുടെ വിഷയങ്ങളെ ദൈവമുമ്പാകെ വഹിച്ചുകൊണ്ട് ശക്തമായി മധ്യസ്ഥത വഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കുക എന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഈ കാര്യത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തോന്നിയേക്കാം, പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയും പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? അവർക്ക് മറ്റ് സഹകരണങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ടതല്ലേ? നിശ്ചയമായും നമുക്ക് എല്ലാ തരത്തിലും ആളുകളെ സഹായിക്കാൻ കഴിയണം. പക്ഷേ ഏറ്റവും പ്രധാനമായി, പരമപ്രധാനമായി ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷ കഴിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര സഹായിച്ചാലും, എത്ര മനുഷ്യർ നമ്മുടെ കൂടെ നിന്നാലും, എത്ര പണമുണ്ടെങ്കിലും, എത്ര ആളുകൾ കൂടെ ഉണ്ടെങ്കിലും, ദൈവത്തിനല്ലാതെ സഹായിക്കാൻ മറ്റാർക്കും കഴിയാത്ത നിലയിലുള്ള സാഹചര്യങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോകുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് നാം തിരിച്ചറിയുന്നത് നമ്മുടെ പണം എത്ര നിസ്സാരമാണെന്നും മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണെന്നും ദൈവത്തിനല്ലാതെ ഞങ്ങളെ വിടുവിക്കുവാൻ മറ്റാർക്കും കഴിയില്ല എന്ന വലിയ ബോധ്യം വെളിപ്പെടുന്നത് പലപ്പോഴും അങ്ങനെയാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും ഭൗതികമായ സഹായങ്ങളൊക്കെ ചെയ്യണം, കൂട്ടായ്മ കാണിക്കണം. അത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ ആർക്കും സഹായിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഒരു പണത്തിനും പരിഹരിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, അല്ലേ, ഒരു മനുഷ്യനും സഹായിക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരുമ്പോഴും അവിടെയും പ്രാർത്ഥന പരാജയപ്പെടുന്നില്ല. നമുക്ക് പോകാൻ പറ്റാത്തിടത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവം പരിഹരിക്കുവാനിടയായിത്തീരും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പ്രയാസമുള്ളത്
എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, ഞാനത് നിവർത്തിച്ചു തരാം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന അത്രമാത്രം ശക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പിന്തുണച്ചതുകൊണ്ട് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ഞാൻ ഈ വേദഭാഗത്തു നിന്ന് ചില ആത്മീയ ദൂതുകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ, കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ പ്രാർത്ഥിക്കുന്ന ചിലരോട് പങ്കുവെക്കണം എന്ന ഒന്നാമത്തെ ചിന്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയിൽ പൗലോസ് ഇതാ എഫെസോസിലെത്തുകയാണ്. എഫെസോസിൽ പൗലോസിന് ഒത്തിരി പ്രതിസന്ധികളുണ്ടായി. വളരെ പ്രതികൂലത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും നടുവിലാണ് എഫെസോസിലെ തൻ്റെ ശുശ്രൂഷ പൗലോസ് നിവർത്തിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അവിടെ പൗലോസിൻ്റെ ശുശ്രൂഷ വളരെ പ്രതിസന്ധി നടന്നതായിരുന്നു. പ്രത്യേകിച്ച് ഏഷ്യയിലുള്ള തൻ്റെ മിനിസ്ട്രി വളരെയധികം പ്രതിസന്ധികളുടെ നടുവിലായിരുന്നു. പ്രത്യേകിച്ച് എഫെസോസിൽ അവിടെയുള്ള അന്യാരാധനയുടെ നടുവിൽ അർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവതയുടെ നാമത്തിലുള്ള ആരാധനയും വലിയ ക്ഷേത്രവുമൊക്കെ. അവിടെ സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപരിപ്പിച്ചപ്പോൾ ഇതാ സുവിശേഷത്തിന് വിരുദ്ധമായി അവിടെ ആ ജനക്കൂട്ടം ഇളകുകയാണ്. വലിയ പ്രതിസന്ധി, പ്രാണൻ പോകുന്ന തരത്തിലുള്ള വലിയ കലാപം, വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായി. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒറ്റക്കാര്യം ഞാൻ പറയാം. പൗലോസ് പറയുന്നു, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അഭിഷിക്തനായി ദൈവമനുഷ്യൻ പറയുക, ഞങ്ങൾക്ക് നിരാശ തോന്നുമാർ അത്യന്തം ഞങ്ങളുടെ ശക്തിക്ക് മീതെ ഞങ്ങൾ ഭാരപ്പെട്ടു. അവിടെ ജനക്കൂട്ടമുണ്ടാക്കിയ കലഹമായിരിക്കാം, വെല്ലുവിളികളായിരിക്കാം, ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം. ഇതെല്ലാം മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലേക്ക് ഈ അഭിഷിക്തനെ കൊണ്ടുവരും. ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദൂത് പറയുന്നു, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എത്ര ശ്രേഷ്ഠനായ ഉന്നതനായ മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ, 3-ാം സ്വർഗത്തോളം കയറിപ്പോയ മനുഷ്യൻ, കൃപ പ്രാപിച്ച അഭിഷിക്തൻ പോലും തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നയാളാണ്. പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ വചനം പ്രസംഗിക്കാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട അഭിഷിക്തൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന മറ്റുള്ളവർ എനിക്ക് വേണ്ടി അഭയാചന കഴിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിന് വലിയ അനുഗ്രഹമാണ്, നിലനിൽപ്പാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ അഭിഷിക്തൻ മടിയില്ലാതെ, ലജ്ജയില്ലാതെ, തലക്കനമില്ലാതെ വിളിച്ചു പറയുക, നിങ്ങൾ അതറിയാതിരിക്കരുത്, നിങ്ങളത് അറിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ നീറുന്ന വിഷയങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കാനല്ല, ഒറ്റയ്ക്ക് കൊണ്ട് നടക്കാനല്ല. നിന്റെ തകർച്ചയുടെ ആഴങ്ങൾ പ്രാർത്ഥിക്കുന്ന ചിലരോട് പങ്കുവയ്ക്കുവാൻ ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും തൻ്റെ ജീവിതത്തിലെ തകർച്ചയുടെ അനുഭവത്തിൽ, പ്രത്യേകിച്ച് താൻ ക്രൂശിക്കപ്പെടാനായിട്ട് പോകുമ്പോൾ ഗെത്സമനിയിലേക്ക് താൻ എത്തുകയാണ്. മുഴുലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ താൻ മരിക്കാൻ പോകുമ്പോൾ പിതാവ് തന്നെ കൈവിടുന്ന ആ സാഹചര്യത്തിൽ, ആ കഷ്ടതയുടെ പാനപാത്രം കുടിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് ഇങ്ങനെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ. യേശുക്രിസ്തു ആഗ്രഹിച്ചു തൻ്റെ ഈ ദുഃഖത്തിൻ്റെ വേളയിൽ, ഈ വലിയ പ്രതിസന്ധിയുടെ വേളയിൽ എന്നോടുകൂടെ ഉണർന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്ന ചിലരെനിക്ക് ആവശ്യമാണ്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട്
യേശു അതിനാണ് ഗതസമനിലേക്ക് പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതയുടെ വേളയിൽ, പ്രതിസന്ധിയുടെ വേളകളിൽ കൂടെ പ്രാർത്ഥിക്കാൻ, ഭാരമൊന്ന് ഏറ്റെടുക്കാൻ ചിലരുണ്ടാകണം. ചില ആളുകൾ ഏകാന്തരായി ജീവിക്കാൻ, ആരോടും സമ്പർക്കമില്ല, ആരോടും വിഷയങ്ങൾ തുറന്നു പറയില്ല, അല്ലേ? ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ. ബന്ധങ്ങളില്ല, തുറന്ന് സംസാരിക്കുന്നില്ല. നാളെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ആളുകൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ചുമന്നുകൊണ്ടാണോ ഇവർ നടന്നത്? കാരണം ഇവർ ആളുകളുടെ മുമ്പിൽ പുറമേ ചിരിച്ച് അഭിനയിച്ച് ജീവിക്കുന്നവരാണ്, പക്ഷേ അകത്ത് നീറുന്ന വിഷയങ്ങളാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ നേറി ജീവിക്കാനല്ല. പ്രാർത്ഥിക്കുന്ന ചിലരോട് വിഷയങ്ങൾ പങ്കുവെച്ചാട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് പരിഹാരം നൽകും. യേശുക്രിസ്തുവിന് പോലും തൻ്റെ കൂടെ തൻ്റെ വേദനാജനകമായ സമയത്ത്, തൻ്റെ കഷ്ടതയുടെ സമയത്ത്, ഹൃദയനുറുക്കത്തിൻ്റെ സമയത്ത് തന്നോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തൻ്റെ ശിഷ്യന്മാരുണ്ടാകണമെന്ന് യേശു ആഗ്രഹിച്ചെങ്കിൽ അതിലും വലിയ ആത്മീയതയൊന്നും നമുക്കാർക്കുമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളറിയണം. പങ്കുവെക്കുക. തിരുവെഴുത്ത് പറയുന്നത് പോലെ, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പോലെ, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പങ്കുവെക്കണമെന്ന് പറയുന്നത്? നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിനാൽ ഒരവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടമനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി, അവിടുത്തെ അവയവങ്ങളായി, ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് എന്നെയും നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് കഷ്ടത വന്നാൽ മുടി ശരീരത്തിനും ഇത് കഷ്ടതയായി മാറും. ഒരവയവത്തിന് മാനം വന്നാൽ എല്ലാവർക്കും ആ സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ സഹോദരൻ, സഹോദരി, പ്രിയപ്പെട്ടവർ ഒരു പ്രതിസന്ധിയിലായാൽ അവർക്ക് അനുഗ്രഹം ഉണ്ടാകണം, അവരുടെ ജീവിതത്തിൽ വിടുതൽ നടക്കണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറാകുകയും, പങ്കുവയ്ക്കുമ്പോൾ അത് എൻ്റെ വിഷയമെന്ന് കണക്കാക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആത്മീയരായ ചിലര് ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. അവരിലൂടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഞാൻ ഈ വാക്യമൊക്കെ വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇന്ന് ആളുകൾ തങ്ങളുടെ വിഷയങ്ങൾ, ഞങ്ങളുടെ നീറുന്ന ഭാരങ്ങൾ പറയാത്തതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി. അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശ്വാസത്തോടെ പറയാൻ പറ്റുന്നവരില്ല എന്നുള്ളതാണ്. കാരണം ഒരു വിഷയം ആളുകൾ പങ്കുവെച്ചാൽ ഉടനെ തന്നെ ആളുകൾ അത് മറ്റുള്ളവരോട് പറയുകയോ, അല്ലെങ്കിൽ ഇവൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇത് ഇവൻ്റെ എന്തോ പരാജയം കൊണ്ടാണ്, ഈ സഹോദരിയുടെ എന്തോ കുറവുകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, ഇവൻ്റെ ജീവിതത്തിൽ ഈ പരാജയം ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടി വരികയാണ്, അല്ലേ? മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ, മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നവർ, ആനന്ദിക്കുന്നവർ കൂടി വരികയാണ്. ആളുകൾക്ക് അതറിയാവുന്നത് കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആളുകൾ അത് മൂടിവെക്കും, ആരോടും പറയില്ല. കാരണം പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും, അവിടെ ആത്മജീവിതത്തെ ചോദ്യം ചെയ്യും, വിശുദ്ധിയെ ചോദ്യം ചെയ്യും, അല്ലേ? ആളുകൾ സന്തോഷിക്കാനിടയായിത്തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, ഒരാളുടെ പരാജയത്തിൽ സന്തോഷിക്കാനല്ല, ഒരാളുടെ തകർച്ചയിൽ സന്തോഷിക്കാനല്ല. ഞാൻ നേരത്തെ വചനം പറഞ്ഞതുപോലെ, ഒരവയവത്തിന് ഒരു പ്രശ്നമുണ്ടായാൽ അത് ശരീരത്തിന് മുഴുവൻ പ്രശ്നമാണ്, അല്ലേ? ഒരവയവം മാനിക്കപ്പെട്ടാൽ ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ മാനിക്കപ്പെടുന്നത് പോലെ സഭയ്ക്കും നമുക്കുമൊക്കെ അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ തകർച്ചകൾ, നമ്മുടെ പ്രതിസന്ധികൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ നാം തയ്യാറാകണം. അപ്പോസ്തലനായ പൗലോസിനെ നോക്ക്, എത്ര ശ്രേഷ്ഠനായ മനുഷ്യനാണ്. പക്ഷേ പൗലോസിന് ലജ്ജയുമില്ല തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ വലിയ പ്രതിസന്ധിയുടെ ആഴം അറിയിക്കുന്നതിന്, പറയുന്നതിന്. നമുക്കും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ആഴങ്ങൾ മറ്റുള്ളവരോട് പറയാം, പങ്കുവയ്ക്കാം, പ്രാർത്ഥിക്കുന്നവരോട് പറയാം. എല്ലാവരോടുമല്ല കേട്ടോ, പ്രാർത്ഥിക്കുന്നവരോട്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരോട്. നമുക്കറിയാം, കൊരിന്ത് സഭയിലെ ആളുകളെ പൗലോസ് ഒത്തിരി അധികം കുറ്റം പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ പരാജയത്തിൽ ജീവിക്കുന്നവരുണ്ട്, തകർന്നവരുണ്ട്, ജഡീകരുണ്ട്. പക്ഷേ അത്രയൊക്കെ ആളുകളുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടെന്ന് പൗലോസിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സഭയ്ക്കകത്ത്, ദേശത്ത് ഒക്കെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാവരും ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരായിരിക്കില്ല. ജഡീകർ കാണും, പാപം ചെയ്യുന്നവർ കാണും, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ കാണും, പലതരത്തിലാണ് മനുഷ്യൻ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. നോക്കുക, നിങ്ങൾ അന്വേഷിക്കുക, പ്രാർത്ഥിച്ച ചിലരുണ്ട്. ഒരു സഭയുടെ നിലനിൽപ്പ്, ഒരു കൂട്ടായ്മയുടെ നിലനിൽപ്പ്, ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടല്ല, എല്ലാവരുടെയും അഭയാചന കൊണ്ടല്ല. ചിലരൊക്കെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു ദൂത് നിങ്ങൾക്ക് കൈമാറാം.
പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. എല്ലാവരെയും പോലെ ജീവിക്കാനല്ല, എല്ലാവരെയും പോലെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കുറ്റം പറയുന്നവരായിട്ടല്ല. അവരുടെ തകർച്ച കാണുമ്പോൾ ഇതെൻ്റെ തകർച്ചയാണെന്ന് കരുതി അവരനുഗ്രഹിക്കപ്പെടണം, ആ കുടുംബം വിടിപ്പിക്കപ്പെടണമെന്ന് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനായി പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത്, കർത്താവേ, എന്നെ ദൈവം കണ്ടിരിക്കുന്നത് ചിലരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ചില കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി അഭയാചന കഴിപ്പാൻ പരിശുദ്ധാത്മാവിനെ നിർത്തിയിരിക്കുന്നുള്ള ബോധ്യത്തോടെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിശ്വസ്തയോടെ ചെയ്യുവാൻ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വിഷയം, നമ്മുടെ വിഷയങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് പ്രാർത്ഥിക്കുന്ന ചിലരോട് പങ്കുവയ്ക്കണം. പങ്കുവെച്ചാൽ അവർ നിശ്ചയമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നാം ഒരു വിഷയം, പ്രാർത്ഥനാ വിഷയം പങ്കുവെച്ചാൽ ആ പ്രാർത്ഥനയിലൂടെ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കും, ആ പ്രാർത്ഥനയിലൂടെ എന്തെല്ലാം കാര്യങ്ങളിൽ വിടുതലുണ്ടാകുമെന്ന് പൗലോസിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതാനുഭവം കൊരിന്ത്യരോട് പറയുന്നു. കൊരിന്ത് സഭ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിക്കും നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷയം നടന്നു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നന്ദി സൂചകമായി പൗലോസ് ഈ കാര്യം പറയുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ ആളുകളുണ്ടെങ്കിൽ ദൈവം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അതാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഏതൊക്കെ മണ്ഡലത്തിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആ വലിയ ശക്തി ഇറങ്ങിച്ചെല്ലുന്നത് എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വിഷയം നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്, പ്രാർത്ഥന ഏതൊക്കെ മണ്ഡലത്തിലേക്ക് വെളിപ്പെടും എന്ന് ചോദിച്ചാൽ അതിൻ്റെ 8ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. പൗലോസ് പറയുക, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോ കൊരിന്തിലെ ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ആഴം വെളിപ്പെട്ട് ചെന്നത് പൗലോസിന്റെ നിരാശയുടെ മണ്ഡലത്തിലേക്കാണ്. എന്താ സംഭവിച്ചത്? നിരാശ ഉള്ള പൗലോസിന് പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ടപ്പോൾ അത് പ്രത്യാശയിലേക്ക് വഴിമാറി. പ്രത്യാശയിലേക്ക് വഴിമാറിയതാണ് നമ്മൾ 11ാം വാക്യത്തിൽ വായിച്ചത്. സ്തോത്രം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ കർത്താവിൽ ആശ വെച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിരാശയുടെ ആഴത്തിൽ കിടന്ന പൗലോസിനെ കർത്താവ് വിടുവിച്ചു, പ്രത്യാശയിലേക്ക് കൊണ്ടുവന്നു. അതിന് നിമിത്തമായി മാറിയത് പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ജനത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. എനിക്ക് നിങ്ങളോട് അതിൽ നിന്ന് പറയാനുള്ള ദൂതെന്ന് പറയുന്നത്, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിരാശയിൽ കിടക്കുന്ന ചിലരെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന. ആത്മാർത്ഥമായി ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ജീവിതത്തിൽ തകർന്ന്, കുടുംബജീവിതത്തിൽ തകർന്ന്, ജോലിയുടെ മണ്ഡലത്തിൽ തകർന്ന്, ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിരാശയോടിരിക്കുന്ന ചില വ്യക്തികൾക്ക് പ്രാർത്ഥനയുടെ ശക്തി ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവം അവരെ ആ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ച് പ്രത്യാശയിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുക, ജീവനോടിരിക്കുമോ എന്ന് ഞാൻ നിരാശ തോന്നുമാറ് എൻ്റെ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. എത്ര വലിയ വിശ്വാസവീരന്മാർക്കും എത്ര വലിയ ദൈവദാസന്മാർക്കും നിരാശ എന്ന് പറയുന്ന ഒരു സംഗതി പിടിപെടാം. ഞാൻ ഈ വചനം പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, നിരാശയിൽ തകർന്നു കിടക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ദൈവത്തിൽ നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ പൗലോസ് പറഞ്ഞതുപോലെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ചിലർ നിരാശപ്പെടുത്തി. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ, പ്രതീക്ഷിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകാന്നപ്പോൾ, ശുശ്രൂഷയിൽ വിജയിക്കാൻ പറ്റാതിരുന്നപ്പോൾ നിരാശപ്പെട്ടിരിക്കുന്ന ചിലരുണ്ട്. അല്ലേ? ഈ നിരാശ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവാചകനായ ഏലിയാവിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. കർമ്മേലിൽ ദൈവത്തിൻ്റെ തീയിറക്കിയ അഭിഷിക്തൻ, പക്ഷേ ഇസബേലിൻ്റെ വാക്ക് കേട്ടിപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. നോക്കിയേ, ശുശ്രൂഷയുടെ അത്യുന്നത സ്ഥലത്ത് നിന്നതാ, ധൈര്യത്തിൻ്റെ അങ്ങേയറ്റം പ്രദർശിപ്പിച്ച ആളാ, പക്ഷേ നിരാശയായി. നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്. പലപ്പോഴും നിരാശ നമുക്ക് ഉണ്ടായേക്കാം. ശക്തമായി നിന്നതൊക്കെയാ, അടുത്ത നിമിഷം ഒരുപക്ഷെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശയിലേക്ക് പോയേക്കാം. പൗലോസ് പറയുക, ഞാൻ നിരാശപ്പെട്ടു. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്
ശക്തിക്കുമിതേ അത്യന്തം ഭാരപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നിരാശ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വന്നുകൂടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിന്റെ നിരാശയുടെ കാര്യം മറ്റുള്ളവരോട് പങ്കുവെക്കുക. ശുശ്രൂഷയിലെ തകർച്ച മറ്റുള്ളവരോട് പങ്കുവെക്കുക. കുടുംബജീവിതത്തിലെ തകർന്ന അനുഭവങ്ങൾ വിശ്വസ്തരായ പ്രാർത്ഥിക്കുന്ന ചിലരോട് പങ്കുവെക്കുക. നിരാശ പ്രത്യാശയിലേക്ക് കർത്താവ് വഴിമാറ്റും. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടായി ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കാൻ ചിലർ എഴുന്നേൽക്കാമെങ്കിൽ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, ദേശത്ത് നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. അവരെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരും. ജീവിതത്തിൽ അവരെ കൊണ്ടുവരുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. അതുകൊണ്ട് ഈ പ്രാർത്ഥന, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, പണം കൊണ്ട് നിരാശ പരിഹരിക്കാൻ പറ്റില്ല. ആൾബലം കൊണ്ട് നിരാശയ്ക്ക് പരിഹാരം വരുത്താൻ പറ്റില്ല. നിരാശയ്ക്ക് പരിഹാരം വരണമെങ്കിൽ പ്രത്യാശ ഉണ്ടാകണം. പ്രത്യാശ കൊടുക്കാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന് മാത്രമേ പ്രത്യാശയിലേക്ക് ജനത്തെ നടത്താൻ പറ്റൂ. ആ പ്രത്യാശ നമ്മിലേക്ക് കൊണ്ടുവരുന്നത് പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വിഷയം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുന്നത്, ഞാൻ ഇങ്ങനെ പറയാം, മരണവിധി മാറ്റി എഴുതുന്ന പ്രാർത്ഥന. കൊരിന്തിലെ ദൈവസഭ പൗലോസിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, പൗലോസും കൂട്ടരും പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, ആ കൂട്ടായ പ്രാർത്ഥന കൊണ്ട് എന്തു സംഭവിച്ചു? മരണവിധി മാറ്റി എഴുതി ദൈവം. പ്രൈസ് ദി ലോർഡ്. 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രതിസന്ധിയുടെ ആഴത്തിലാണ് കടന്നുപോയത്. ആ മരണവിധിയിൽ നിന്ന് പൗലോസിനെ ദൈവം രക്ഷിച്ചു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായോ? അല്ലേ? മരിക്കുമെന്ന് ഉറപ്പായ വിഷയത്തിൽ, ഇനി രക്ഷപ്പെടില്ലെന്ന് പറയുന്ന വിഷയത്തിൽ പോലും പ്രാർത്ഥനയ്ക്ക് ചിലത് ചെയ്യാനുണ്ട്. അവിടെ പണത്തിന് പ്രസക്തിയില്ല, ആൾബലത്തിന് പ്രസക്തിയില്ല, അവിടെ ദൈവത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. നമുക്കറിയാം, കാരാഗ്രഹത്തിനകത്ത് പത്രോസിനെ അടച്ചിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, പത്രോസിനെ കൊല്ലാനായി ഹെരോദാവ് അവനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു കഴിഞ്ഞു, പത്രോസിനെ കൊല്ലാൻ നിർത്തിയിരിക്കുന്നു. പക്ഷേ ആർക്ക് ചെന്ന് വിടുവിക്കാൻ പറ്റും? പണം കൊണ്ടും സ്വാധീനം കൊണ്ടും പറ്റുകയില്ല. അല്ലേ? ഇന്ന് ആളുകൾ എന്താണെന്നറിയാമോ ഈ പ്രാർത്ഥനയൊക്കെ ഒഴിവാക്കുന്നത്? പ്രാർത്ഥനയുടെ ശക്തി ആളുകൾ കുറച്ച് കാണുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് സ്വാധീനമുണ്ടെന്ന് കരുതി, രാഷ്ട്രീയ സ്വാധീനം വെച്ച്, അല്ലേ, പണത്തിൻ്റെ സ്വാധീനം കൊണ്ട്, ആൾബലം കൊണ്ടൊക്കെ ചിലതൊക്കെ നേടിയെടുക്കാമെന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യനെന്ന് എത്തിയത് കൊണ്ടാണ് പ്രാർത്ഥനയെ ആളുകൾ, അല്ലേ, നിസാരവൽക്കരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ റോമൻ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ പാവപ്പെട്ട ദൈവജനത്തിന് ആൾബലമില്ലായിരുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ പൊളിറ്റീഷ്യൻസ് ഇല്ലായിരുന്നു. അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ ഇന്നത്തെ പോലെ, അല്ലേ, കാര്യം നടത്താൻ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ അഡ്വക്കേറ്റുമാരോ ആരുമില്ല. അവർക്കുണ്ടായിരുന്നത് ഒരേ ഒരുവൻ, സ്വർഗത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം. പിതാവിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ദൈവപുത്രൻ എന്ന ആ അഡ്വക്കേറ്റ് മാത്രമേ പിതാവിൻ്റെ സന്നിധിയിൽ അവർക്കുള്ളൂ. അവരവിടുത്തെ സന്നിധിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഇതാ 5-ാം വാക്യം വായിക്കുന്നു, സഭ പത്രോസിനു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. എന്താ സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം. പണത്തിന് ചെയ്യാൻ പറ്റാത്തത്, ആൾബലത്തിന് ചെയ്യാൻ പറ്റാത്തത്, സ്വാധീനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പരിശുദ്ധാത്മാവ് ചെയ്യാനിടയായി. ദൈവം തൻ്റെ ദൂതനെ ആ കാരാഗ്രഹത്തിനകത്തേക്ക് അയച്ചു. അല്ലേ? പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക. അവനെ ഉണർത്തി. അവൻ്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞുപോയി. ദൂതൻ അവനോട് പറയുക, അരകെട്ടി മുറുക്കുക, വസ്ത്രം ധരിക്കുക, എൻ്റെ പിന്നാലെ വരിക. അല്ലേ? കാരാഗ്രഹത്തിൻ്റെ പുറത്തേക്ക് പത്രോസ് എത്തി. 1-ാം കാവലും 2-ാം കാവലും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽ അവിടെ എത്തി. പട്ടണവാതിലെ ഇരുമ്പുവാതിൽ അവർക്ക് സ്വതവേ തുറന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് സ്വപ്നം കാണുന്നവനെ പോലെ പുറത്തു വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായോ? സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ കാരാഗ്രഹത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതനിറങ്ങാനിടയായി. ഇന്ന് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം അസാധ്യമെന്ന് കരുതിയ ചിലത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരാഗ്രഹത്തിൻ്റെ അകത്ത് പ്രവർത്തിച്ച ദൈവം നമുക്ക് ചെല്ലാൻ പറ്റാത്തയിടത്ത്, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തയിടത്ത്, നമുക്ക് സ്വാധീനിക്കാൻ പറ്റാത്തയിടത്ത് സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. പ്രാർത്ഥിക്കാൻ ദൈവമക്കളുണ്ടോ? ചങ്ങലയ്ക്കകത്ത് കിടക്കുന്നത് പോലെ
ശത്രുവായിരിക്കുന്നത് ബന്ധിച്ചത് ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞതിനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിക്കുന്ന ജനം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ദേശത്ത് ചിലരെ വിടുവിക്കട്ടെ, കുടുംബത്തിനകത്ത് ചിലരെ വിടുവിക്കട്ടെ. അടഞ്ഞ വാതിലുകൾ കർത്താവ് തുറക്കട്ടെ. ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറയുന്ന കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ, ഇരുമ്പ് വാതിലുകൾ തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ പുറത്തു കൊണ്ടുവരട്ടെ. പൗലോസ് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. മരണവിധി മാറ്റിയെഴുതുന്ന ദൈവമാണ്. ഹെരോദാവിന്റെ പ്രതീക്ഷയിൽ നിന്ന് പത്രോസിനെ രക്ഷിച്ചതുപോലെ പൗലോസിനെ ആ ഭയങ്കര മരണവിധിയിൽ നിന്ന് രക്ഷിച്ചെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ചിലരുടെ മരണവിധി മാറ്റിയെഴുതും. അല്ലേ? നമ്മുടെ പ്രാർത്ഥന ചിലരുടെ ജീവിതത്തിന്റെ അവസാനം കുറിക്കുമെന്ന് വെല്ലുവിളിച്ച വിഷയങ്ങളിൽ വിടുതലിന്റെ വലിയ മഹത്തായ പ്രവൃത്തി അയക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ പ്രാർത്ഥന മരണവിധിയെ മാറ്റുന്ന പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വിഷയം, നാം പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുത്താൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഈ പ്രാർത്ഥന ചെന്ന് സ്പർശിക്കുന്ന അടുത്ത മേഖല പൗലോസിന്റെ ഈ അനുഭവത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, കഷ്ടതയിൽ ദൈവിക ആശ്വാസം കൊണ്ടുവരുന്ന പ്രാർത്ഥന. അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു ഘട്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള ഘട്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ നിരാശ വന്നാൽ നമുക്കറിയാം നമുക്ക് ആശ്വാസം നഷ്ടപ്പെടും. പിന്നെ നമുക്കൊരു സന്തോഷമില്ല. തകർന്ന അനുഭവമാണ്. മരണം മാത്രം മുമ്പിലിരിക്കുന്ന ആൾക്ക് എങ്ങനെ ആശ്വസിക്കാൻ കഴിയും? എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? ആശ്വാസം നഷ്ടപ്പെട്ടു, തകർന്നു, പ്രത്യാശയില്ലാതിരിക്കുന്ന, അല്ലേ, പ്രത്യാശ നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൽ പോലെ ആയിരിക്കുന്ന അനുഭവത്തിൽ ഇരിക്കുക. ഒരുപാട് പേരിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ ഇന്ന് ഒരാശ്വാസം പ്രാപിക്കാൻ കഴിയാതെ, സന്തോഷം പ്രാപിക്കാൻ കഴിയാതെ, പ്രത്യാശയില്ലാതെ ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് ദൈവിക ആശ്വാസത്തെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ കഴിയും. പൗലോസ് പറയുക, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ പ്രത്യാശയില്ലാതിരിക്കുകയായിരുന്നു, മരണം മാത്രം മുമ്പിൽ കണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കാനിടയായി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന അനേകർക്ക് ആശ്വാസമായി മാറും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം തൻ്റെ ആശ്വാസം അനേകരിലേക്ക് എത്തിക്കും. അനേകരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം തയ്യാറാകും. ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം ആശ്വസിപ്പിക്കും. എങ്ങനെയാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? ആ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ട് തുടങ്ങുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അടുക്കലേക്ക് അയക്കുകയാണ്. കുറ്റം പറയാനല്ല. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അടുത്ത് അയച്ചത് കുറ്റം വിധിക്കാനല്ല. പരിശുദ്ധാത്മാവ് വരുന്നത് നിന്നെ ആശ്വസിപ്പിക്കാനാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കും. എന്താ ആശ്വസിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ദൈവമക്കളാകുന്നു എന്ന സാക്ഷ്യം പറയും എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നീ ഭാരപ്പെടണ്ട. നീ ഒരു ദൈവവേദലല്ലേ? നിനക്കൊരപ്പനില്ലേ? ഉയരത്തിൽ നിനക്കൊരപ്പനുണ്ട്. നിന്നെ കരുതുന്ന ഒരു അപ്പനുണ്ട്. നീ അനാഥനല്ല, നീ അനാഥയല്ല, നീ ഒരു ദൈവവേദല. മറ്റുള്ളവർ ദുഃഖിക്കുന്നത് പോലെ ദുഃഖിക്കേണ്ട ആളല്ല നീ. മറ്റുള്ളവർ തകർന്നു പോകുന്നത് പോലെ തകർന്നു പോകേണ്ട ആളല്ല നീ. നിന്നെ സഹായിക്കാൻ, നിന്നെ വിടുവിക്കാൻ ഒരപ്പൻ ഉയരത്തിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവം നമ്മുടെ അടുക്കൽ വരികയാണ്. കാരണം പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനാണ്. അവൻ്റെ സാന്നിധ്യം എവിടെ വെളിപ്പെടുമോ അവിടെ ആശ്വാസമാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവ സാന്നിധ്യമാണ്, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ അടുക്കൽ വരുന്നത്. അവിടുത്തെ സാന്നിധ്യം നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കും. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ വെളിപ്പാടുകൾ നൽകി നമ്മെ ആശ്വസിപ്പിക്കും. നമുക്കറിയാം, വചനം എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകണം. പരിശുദ്ധാത്മാവ് വചനത്തിലെ വാഗ്ദത്തങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കാനിടയാകും. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാകും. എന്താ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന വാക്യം? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമ്മളെപ്പോഴും വായിക്കുന്ന വാക്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്കതിൽ പ്രകാശനം നൽകുമ്പോഴാണ്, അതിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുമ്പോഴാണ് ആ വചനം ഒരു വാഗ്ദത്തമാണെന്നും
എൻ്റെ കഷ്ടങ്ങളിൽ എനിക്ക് ആശ്വസിക്കുവാൻ അത് മതിയായതാണെന്നും നമുക്ക് ബോധ്യമാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമായി. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവം, നീ ആ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് നീ കടന്നു പോകുന്ന കഷ്ടങ്ങൾ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതെല്ലാം നിന്റെ നന്മയ്ക്കാക്കി ഈ ദൈവം തീർക്കും. യോസഫിൻ്റെ സ്റ്റോറി നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതത്തിലുണ്ടായ കഷ്ടതകൾ, ഒറ്റപ്പെടലുകൾ, പൊട്ടക്കിണറിൻ്റെ അനുഭവം, അല്ലേ, കാരാഗ്രഹവാസം, ഇതെല്ലാം വരുമ്പോഴും ഇതിനെയെല്ലാം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചന സത്യങ്ങളും വചനത്തിൻ്റെ മഹത്വവും ഒക്കെ നമ്മോട് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലല്ലാതെ തിരുവെഴുത്ത് വായിച്ചാൽ ഇതൊന്നും നമ്മുടെ അകത്ത് പ്രകാശിക്കില്ല. കേവലം വായിച്ചു പോകാം. പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കും, വാഗ്ദാനങ്ങൾ ഓർമ്മിപ്പിച്ച് നമ്മെ ആശ്വസിപ്പിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ആ ഭാഗത്ത് നിർത്തുക. ആശ്വാസം തരുന്ന ദൈവം. പൗലോസ് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി, അല്ലേ. ആത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തി തന്നു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതെല്ലാം നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയാണ്, നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഷ്ടതയിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആശ്വാസമില്ലാതെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. വചനം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് ആളുകളെ ആശ്വസിപ്പിക്കട്ടെ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. മനുഷ്യന്റെ ആശ്വാസം വ്യർത്ഥമാണ്. കഷ്ടങ്ങളെ അതിജീവിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഈ ആശ്വാസം അവർക്ക് ലഭിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അനേകർക്ക് ആശ്വാസമായി മാറട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം ആളുകളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. പൗലോസ് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസമായി. എന്തിനാ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചതെന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഈ ആശ്വാസം നിമിത്തം ഞങ്ങളിന്ന് കഷ്ടതയിലുള്ള ഏതൊരു ഘട്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ലഭിച്ചു. എത്ര വലിയ സന്തോഷകരമായ കാര്യം. കഷ്ടതയിൽ കടന്നുപോയി നിരാശയുടെ ആഴത്തിലായിരുന്ന മനുഷ്യൻ ഇതാ ദൈവം അവരെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറയുക, ഇപ്പോൾ ഏതൊരു ഘട്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് കിട്ടി. വചനം കിട്ടുന്ന പ്രിയപ്പെട്ടവരെ, നിരാശയുടെ വാക്കുകൾ പറയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, തകർച്ചയുടെ കാര്യങ്ങൾ പറയുന്നവരെ കാണുമ്പോൾ ഉപദേശിക്കാനും ആശ്വാസവാക്കും പറയാനൊന്നും നിൽക്കേണ്ട. നിങ്ങളുടെ ആശ്വാസവാക്കൊന്നും അപ്പോൾ അവിടെ ഫലിക്കില്ല. നിങ്ങളുടെ ആശ്വാസവാക്കിനൊന്നും അവിടെ ഒരു പ്രസക്തിയുമില്ല. പകരം പോയി കരയാം, പോയി മുറിയിൽ ചെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവം അവനെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, ദൈവം അവളെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, തകർന്നു കിടക്കുന്ന ആ സഹോദരനെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, അങ്ങയുടെ വചനം കൊണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഒന്ന് അയക്കണമേ, അവനെ അവളെ ഒന്ന് ആശ്വസിപ്പിക്കണമേ. അത്ഭുതം എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിരാശയുടെ വാക്ക് പറഞ്ഞയാൾ കുറച്ച് കഴിഞ്ഞ് പ്രത്യാശയുടെ വാക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നാലാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ ഫലമാകും, എന്തുമാത്രം വ്യത്യാസം അവരിൽ വരുത്തുമെന്ന ചോദ്യത്തിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അടുത്ത ഉത്തരം, അനേകർക്ക് കൃപ ലഭിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയെ ദൈവം ഉപയോഗിക്കും എന്നുള്ളതാണ്. 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയെ ദൈവം അനേകരിലേക്ക് കൃപ കൊണ്ടുവരുവാനുള്ള പാലമായി ദൈവം ഉപയോഗിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അനേകർക്ക് ദൈവം കൃപ കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, കർത്താവേ, ഞാൻ ഈ കാര്യം വായിച്ചപ്പോൾ ചിന്തിച്ച്, ദൈവമേ, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ വിടുവിക്കണമേ, സഹായിക്കണമേ എന്ന് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കണേ എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ആഴത്തിൽ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അർത്ഥമുണ്ട്. കർത്താവേ, പ്രശ്നങ്ങൾ അവനുണ്ട്, പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ മേൽ നിന്റെ കൃപ വർഷിപ്പിക്കണമേ, അങ്ങയുടെ കൃപ ആ ദാസന് കൊടുക്കണമേ, അങ്ങയുടെ കൃപ ആ ദാസിക്ക് കൊടുക്കണമേ എന്ന് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അവരുടെ മേൽ കൃപ വർഷിപ്പിക്കുക. എന്താണ് കൃപയെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അത് അർഹതയില്ലാത്ത സ്ഥാനത്ത് പകരുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു യോഗ്യതയുമില്ലാത്തടത്ത് ദൈവം പകരുന്ന അനുഗ്രഹമാണ് കൃപ. ഇതാ ആ കൃപ പകരുമ്പോൾ അത് പ്രാപ്തിപ്പെടുത്തുന്ന കൃപയാണ്. കൃപ വരുമ്പോഴാണ് ആളുകൾ കർത്താവിൽ നിലനിൽക്കുന്നത്. സ്വന്തം ശക്തി കൊണ്ടല്ല, ബലം കൊണ്ടല്ല. തകരുമെന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത്, ഉടഞ്ഞു പോകുമെന്ന് കരുതുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ അവരെഴുന്നേറ്റ് നിൽക്കും. കഷ്ടത അവിടെ ഉണ്ടായിരിക്കാം, പ്രശ്നമുണ്ടായിരിക്കാം, പക്ഷേ കൃപ ലഭിച്ചാൽ രക്ഷപ്പെട്ടു. കൃപ ലഭിക്കുന്നവർ സകലത്തെയും അതിജീവിച്ച് എഴുന്നേക്കും. തൻ്റെ ജഡത്തിലുള്ള ശൂലം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പൗലോസിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൃപ
നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചിലർക്ക് ദൈവം കൃപ കൊടുക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത്, പ്രശ്നങ്ങളെ ചാടിക്കടക്കാനുള്ള കരുത്ത്, പ്രശ്നങ്ങളുടെ നടുവിൽ നിലനിൽക്കാനുള്ള കരുത്ത്. പ്രാർത്ഥിക്ക്. നിങ്ങളുടെ പ്രാർത്ഥന അനേകർക്ക് കൃപയായി മാറട്ടെ, അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ, അനേകർ കൃപ ലഭിച്ച് നിലനിൽക്കട്ടെ. ഈ കൃപ ലഭിച്ചില്ലെങ്കിൽ അവർ തകർന്നു പോകും, അവർ ഉടഞ്ഞു പോകും, അവർ പിടിച്ചു നിൽക്കില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ നാം തയ്യാറായ അനേകരുടെ മേൽ ദൈവം തൻ്റെ കൃപ വർഷിപ്പിക്കും. പൗലോസ് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം, അനേകരുടെ പ്രാർത്ഥന നിമിത്തം ഞങ്ങൾക്ക് ഒത്തിരി കൃപ ലഭിച്ചു. ഈ കഷ്ടതയുടെ നടുവിൽ നിലനിൽക്കാനുള്ള കൃപ, ഈ കഷ്ടതയുടെ നടുവിൽ ജീവിക്കാനുള്ള കൃപ, ഇതിനെ അതിജീവിക്കാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനേകരുടെ മേൽ തൻ്റെ കൃപ വർഷിപ്പിക്കുമെന്ന് ഈ ദൂത് നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അത് 11-ാം വാക്യത്തിൽ തന്നെ അതും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ അവിടെ വായിക്കുന്നു, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടയാകും. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പിന്തുണച്ചതുകൊണ്ട് ഒരാളല്ല, രണ്ടുപേരല്ല, അനേകം ആളുകൾ ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി കൃപ ലഭിച്ചു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രാർത്ഥനയിൽ ലഭ്യമാകുന്ന കൃപ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടന്നപ്പോൾ ഈ അത്ഭുതത്തിൻ്റെ വാർത്ത പലരിലും ദൈവത്തിന് സ്തോത്രം പറയാൻ മുഖാന്തരമായി. പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രാർത്ഥന കേട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, പ്രാർത്ഥന കേട്ട് ചിലരെ നിരാശയിൽ നിന്ന് കർത്താവ് വിടുവിക്കുമ്പോൾ, പ്രാർത്ഥന കേട്ട് ദൈവം ചിലരെ ഭയങ്കര മരണത്തിൻ്റെ വിധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ, അല്ലേ, പ്രാർത്ഥന കേട്ട് ദൈവം ചിലരുടെ മേൽ കൃപ വർഷിപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. ചില വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായിത്തീരുന്നു. അത്ഭുതകരമായ ആ സാക്ഷ്യങ്ങൾ നിമിത്തം കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം പറയുവാനിടയായിത്തീരും. എന്താ ആത്മീകന്റെ പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യം? പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മഹത്വമല്ല. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങനെയൊക്കെ അനുഗ്രഹമുണ്ടായി, ഇന്ന് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവർ വിടുവിക്കപ്പെട്ടു, എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ പ്രാർത്ഥിക്കും, വിടുതലുണ്ടാകും. പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉയരുകയാണ്, അല്ലേ? ആളുകളും പറയുക, ഇന്ന ആൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് വിടുതലുണ്ടായി. വ്യക്തികൾ ഉയരുകയാണ്, പ്രാർത്ഥിക്കുന്നവർ ഉയരുകയാണ്, തൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. പക്ഷേ പൗലോസ് എഴുതി വച്ചിരിക്കുന്നു, ഈ പ്രാർത്ഥന കൊണ്ട് നടന്ന അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിന് സ്തോത്രമുണ്ടാകണം, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേശത്തിരുട്ടിൽ കിടക്കുന്നവരെ ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ, നിരാശയുടെ ആഴത്തിൽ നാളുകളെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ, തകർച്ചയിൽ നാളുകളെ ദൈവം രക്ഷിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന ഉപയോഗിച്ച് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ മഹത്വം ദൈവത്തിന് ചെല്ലണം, സകല മഹത്വവും ദൈവത്തിന് ലഭിക്കണം. അത് നിമിത്തം അനേകർ ദൈവത്തിന് സ്തോത്രം പറയാനിടയായിത്തീരണം, ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കരയറ്റുവാൻ ഇടയായിത്തീരണം. അതാണ് പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്, ഉദ്ദേശമെന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ തിരുവെഴുത്തിലൂടെ നമ്മോട് സംസാരിച്ചുവെന്ന് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ആസിയയിൽ തനിക്കുണ്ടായ കഷ്ടതകളും പ്രയാസങ്ങളും കൊരിന്തിലെ ജനം അറിയണമെന്ന് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ പ്രാർത്ഥിക്കുന്ന ചിലരോട് പങ്കുവെക്കാം. ഒറ്റയ്ക്ക് ഭാരം ചുമക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പങ്കുവെച്ചാട്ടെ, മറ്റുള്ളവരോട് പറഞ്ഞാട്ടെ. ചില ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ കൈക്ക് ഭാരമേറിയപ്പോൾ, അഹരോനും ഹൂരും ഇരുവശത്തു നിന്ന് താങ്ങിയപ്പോൾ, പ്രാർത്ഥനയുടെ കരമുയർന്നപ്പോൾ ഇസ്രായേൽ ജയിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഭാരം മറ്റുള്ളവരിൽ പങ്കുവെച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഭാരങ്ങളെ ചുമക്കുമ്പോൾ, പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ദൈവം നമ്മെ നിശ്ചയമായും അത്ഭുതകരമായി രക്ഷിക്കും, വിടുവിക്കുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഭാരങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിൽ മടി കാണിക്കരുത്. വിശ്വസ്തരായ ആളുകളെ കണ്ടുപിടിക്കുക, അവരോട്
പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് ജയം നൽകും. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിച്ചു. മരണവിധി മാറ്റി എഴുതുന്നവനാണ് നമ്മുടെ കർത്താവ്. നിരാശ പ്രത്യാശയിലേക്ക് വഴിമാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ആശ്വാസം, ദൈവിക ആശ്വാസം പ്രാർത്ഥനയിലൂടെ കൊണ്ടുവരുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കൃപ വർഷിപ്പിക്കുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം വരുവാൻ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കളോടും ഞാൻ പറയുന്നു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ പങ്കുചേരാം. പ്രാർത്ഥന വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് ഇടപെട്ടല്ലോ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ആസ്യയിലുണ്ടായ വലിയ കഷ്ടം, ജീവനോടിരിക്കുമോ എന്ന് ഭാരപ്പെട്ട വിഷയങ്ങൾ, ഭയങ്കര മരണകരമായ സാഹചര്യം, നിരാശയുടെ ആഴങ്ങൾ, അതിൽ നിന്നൊക്കെയും പൗലോസിനെയും കൂട്ടരെയും ദൈവം വിടുവിച്ചെങ്കിൽ, പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, അവരെ രക്ഷിച്ചെങ്കിൽ, ഇന്ന് ഞങ്ങളും പ്രാർത്ഥനയുടെ ശക്തിയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളുടെ സ്വന്തം കഴിവിലും ബലത്തിലും ആശ്രയിക്കാതെ ശക്തമായ ആത്മാവിൽ ഐക്യതപ്പെട്ട് പ്രാർത്ഥിച്ച് കർത്താവെ വലിയ ജയമെടുപ്പാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. അങ്ങയുടെ നാമം മഹത്വീകരിക്കപ്പെടണം. വചനം കേട്ട സകലരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.